ഇന്ന് നമുക്ക് കുടംപുളി ഇട്ട് മത്തി വറ്റിച്ചെടുക്കാവേ. ഇതിന് വലിയ പണിയൊന്നുമില്ല. നമ്മുടെ തേങ്ങാപ്പീര, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പില, പിന്നെ നമ്മുടെ കുടംപുളി, ഇത്രയും മാത്രമാണ് ചേർക്കാനുള്ള. പച്ചമുളക് ഇട്ടണേ മറന്നു പോകരുത്. ഞാൻ പച്ചമുളക് ഇടാൻ മറന്നുപോയി, അവസാനം കുരുമുളക് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ സാധനങ്ങൾ. ഇത്രയും ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് ആവശ്യത്തിന് വേവാൻ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയേ. അത്രയും വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിടുക, പിന്നെ വന്നിട്ട് ചെറിയ തീയിലേക്ക് ആക്കി കൊടുക്കണം. അന്നേരം അതങ്ങ് നന്നായിട്ട് വറ്റി കിട്ടും. വലിയ ഒരു പണിയില്ല, 10 മിനിറ്റ് കാര്യം തീരുവേ. പിന്നെ ഇത് ഞങ്ങളുടെ നാട്ടിലോട്ട് ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത്. കാരണം ഇതിന് കടുക് താളിക്കലോ എണ്ണയോ ഒന്നും ഉപയോഗിക്കാറില്ല. പിന്നെ ഇപ്പോൾ ഈ യൂട്യൂബിനകത്തുള്ള ഈ വീഡിയോസൊക്കെ, ഇങ്ങനെ കുക്കിംഗ് വീഡിയോസൊക്കെ വന്നപ്പോൾ കുറച്ച് ആർഭാടത്തിന് വേണ്ടിയിട്ട് എല്ലാവരും എണ്ണ ഒഴിക്കുന്നതും കടുക് താളിക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ അമ്മയൊക്കെ ഉണ്ടാക്കാൻ നേരത്തെ ഇതിനകത്ത് എണ്ണ പോലും ഒഴിക്കില്ല കേട്ടോ. അപ്പം ഞാൻ പിന്നെ എല്ലാം നമ്മുടെ ഇപ്പം നടക്കുന്ന ചാനലിൽ നടക്കുന്ന അതിനെ മാനിച്ച് ഞാൻ കുറച്ച് എണ്ണ ചേർത്തിട്ടുണ്ട്. എണ്ണയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ കപ്പ പുഴുങ്ങിയതൊക്കെ കഴിക്കാനായിട്ട് ഈ മത്തിപ്പീര ഉണ്ടല്ലോ, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമേ.